അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ധ്യാനയോഗം എന്ന 6-ാം അധ്യായത്തിൽ ധ്യാനത്തിലൂടെ അവനവനെ സാക്ഷാത്കരിക്കുന്ന അവനവനെ സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്ന ആ പ്രക്രിയ, അത് ഒരു ശരീരത്തിൻ്റെ പരിമിതമായ ഒന്നിലെ അല്ലെങ്കിൽ ആ ശരീരത്തിനകത്തുള്ള എന്തോ ഒരു സംഭവം എന്ന മട്ടിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അത്തരം ഇപ്പം നമ്മൾ പ്രാതസ്മരണം, ശങ്കര ഭഗവത്പാദരുടെ പ്രാതസ്മരണം ഒരു ധ്യാനത്തിൻ്റെ ആ ധ്യാനാവസ്ഥിത മനസ്സ് പ്രകടനമാണത്. എന്താ പറയുന്നത്? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നച ഭൂതസംഗഃ. പ്രാതസ്മരാമി അഹം, ഞാൻ ഇതാ ഈ പ്രഭാതത്തിൽ ഞാൻ സ്മരിക്കുന്നു. എന്തിനെയാണ് ഞാൻ സ്മരിക്കുന്നത്? ഹൃദി സംസ്ഫുരത് ആത്മതത്വം, ഹൃദയത്തിൽ സദാ പ്രകാശിക്കുന്ന ആത്മതത്വം. ഏത് ഹൃദയത്തിൽ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയുന്ന ഹാർട്ട് എന്ന് പറയുന്നതാണോ? അല്ല. ഹൃത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേന്ദ്രമാണ്. അത് ഏതെങ്കിലും ഒരു അവയവവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് പോലെയാണ്. അത് ആ സിമ്മുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, പക്ഷെ അതിനെ പ്രവർത്തിപ്പിക്കാൻ ഇത് യോഗ്യമാണ്. അപ്പം അതിനെ ഞാൻ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം. അതെന്താണ്? സച്ചിത് സുഖം, സത് ചിത് ആനന്ദം, സച്ചിദാനന്ദമാണ്. പരമഹംസഗതിം തുരീയം, അത് പരമഹംസഗതിയെ സൂചിപ്പിക്കുന്ന തുരീയമാണ്, 4-ാമത്തേതാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിക്കപ്പുറത്തുള്ളതാണ്. യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം. തദ്ബ്രഹ്മ, ആ ബ്രഹ്മത്തെ എങ്ങനെ? നിഷ്കളം, ഒന്നിനാലും കളങ്കപ്പെടാത്തതാണ്. തദ്ബ്രഹ്മ നിഷ്കളമഹം നജ ഭൂതസംഗഃ. അത് ഭൂതങ്ങളുമായിട്ട് ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പറഞ്ഞ ഭൂതങ്ങളുടെ ചേർച്ച കൊണ്ടുള്ളതല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പം അതിനെ കണ്ടെത്തിയാൽ, അതിനെയാണ് കണ്ടെത്തുന്നത് ധ്യാനത്തിലൂടെ. അത് കണ്ടെത്തിയാൽ എനിക്കിത് അനുഭവപ്പെടുന്നുണ്ടോ, അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ നിന്ന് നമ്മുടെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ബാഹ്യമായ നമുക്ക് നമ്മളെ മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ്, അതിന് വല്ല വഴിയുണ്ടോ എന്നത് അതായിരുന്നു നമ്മുടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിവെച്ചത്. അർജുനനോടായി ഭഗവാൻ പറയുന്നു, ഉണ്ട് അർജുന, അത് നമുക്ക് ഓരോരുത്തർക്കും ഈ സത്യത്തെ നമ്മളിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്കൊരു അളവുകോലായിട്ട് കാണുക എന്ന് ചോദിച്ചാൽ ഇതാണ്. മറ്റൊരാളിലല്ല, അവനവൻ സ്വയം അറിയാനുള്ളതാണ്. അതാണ് ഭഗവാൻ ഈ അടുത്ത ശ്ലോകം കൊണ്ട്, അതായത് 29-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത് 6-ാം അധ്യായത്തിൽ. സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. വളരെ പ്രധാനപ്പെട്ടത്. എങ്ങനെ നമ്മൾ
ഈ സത്യസാക്ഷാത്കാരത്തിലൂടെ, ആത്മസാക്ഷാത്കാരത്തിലൂടെ, ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ, പുറത്തല്ല അതറിയുന്നത്, ആത്മനി, അവനവനിലാണ്. ആ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറയണു? സർവത്ര സമദർശന, എല്ലായിടത്തും അതിനെ കാണാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ പറയാറില്ലേ, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന്. അത് തന്നെ, നമ്മൾ ഈ ആളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വല്ല സിനിമയിൽ ചെറിയ റോളൊക്കെ അഭിനയിക്കുന്ന ഒരാളായിരിക്കും. അയാൾ കടയിൽ സാധനം മേടിക്കാൻ വന്ന അപ്പോഴാണ്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളെ ചിലപ്പോൾ ചിലർ കാണുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സംശയിക്കാറുണ്ട്, ഇയാൾ അത് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ചിലരെ കാണുമ്പോൾ ഇയാളെ ഞാൻ, അല്ലെങ്കിൽ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന അത് വേറെയാണ്. എന്നാലും അതുപോലെ സർവത്ര, എല്ലായിടത്തും സമദർശന, സമം ഹി ബ്രഹ്മ, നേരത്തെ പറഞ്ഞതാണ്, അതിനെ കാണുന്നു. എന്നിട്ടോ യോഗയുക്താത്മാ ആത്മാനം, ആ യോഗയുക്താത്മാ എന്ന് പറഞ്ഞാൽ യോഗി, യോഗം അനായാസേന കരഗതമാക്കിയിട്ടുള്ളവനാരോ അവൻ. എന്താണ് ആ യോഗത്തിന് ഭഗവാൻ മുമ്പ് നിർവചനം നൽകിയത്? എല്ലാ ഭയപ്പാടും നീങ്ങിയിട്ടുള്ള അവസ്ഥ തന്നെ, എല്ലാ ഭേദങ്ങളും എല്ലാ കാമനകളും നീങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. ആ മനസ്സിൻ്റെ ഉടമ ആരോ അവൻ യോഗി. അങ്ങനെയുള്ള യോഗയുക്താത്മാ ആത്മാനം തന്നെ, സർവഭൂതസ്ഥം, എല്ലാ ഭൂതങ്ങളിലും അത് സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പം എന്നെ കാണും. ഇതിൻ്റെ ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകളൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. ഇതിപ്പം വേറൊരു വിധത്തിലുണ്ട്. നമ്മുടെ ഉടമസ്ഥതയിലുള്ളതിലൊക്കെ നമുക്ക് അങ്ങനെ നമ്മളെ കാണാൻ പറ്റും. നമ്മുടെ ഉടമസ്ഥതയിലുള്ള 5 സെൻറ്റ് ഭൂമിയിൽ ഒരു തെങ്ങിനെ നമ്മുടെ ഒരു അനുജനോ ജ്യേഷ്ഠനോ അമ്മാവനോ ഒക്കെ ആയിട്ട് കാണാം. അല്ലെങ്കിൽ അത് പ്ലാവോ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ചെടികളൊക്കെ ആണെങ്കിലും, അത് പൂത്തതാണെങ്കിലും, അതിനെ എന്തെങ്കിലും കരിഞ്ഞു പോവുക എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിഷമമാണ്. അയ്യോ ഇത് പോയല്ലോ, ഇതെങ്ങനെ ഇനി ശരിയാവും എന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ എങ്ങനെയൊക്കെയോ ചിലപ്പോൾ ഒക്കെ പിടിപ്പിച്ച് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലരോടും പറയും ഇത് പോയതായിരുന്നു, പക്ഷേ ഞാൻ അതിനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ശരിയാക്കി. എവിടെയോ 2 ദിവസം പോയതാണ്. അപ്പോഴാണ് ഇത് ചട്ടിയിൽ നിന്ന് എങ്ങനെയോ മറിഞ്ഞ് താഴെ വീണ്, നല്ല വെയിലുള്ള സമയമാണ്, ചട്ടിയൊക്കെ പൊട്ടി മണ്ണൊക്കെ പുറത്ത്, ഇത് വേരൊക്കെ ചൂടായി, അത് കഴിഞ്ഞു അതിൻ്റെ കഥ എന്ന്, ഏറെക്കുറെ കഴിഞ്ഞു എന്ന് കരുതി. പക്ഷേ ചട്ടിയൊക്കെ മാറ്റി പുതിയ മണ്ണും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് നന്നായി പരിചരിച്ചൊക്കെ ഇതാക്കിയപ്പോൾ മൂപ്പര് പതുക്കെ രക്ഷപ്പെട്ടു വന്നു. അപ്പം അതിനെ അതേപോലെ അപ്പുറത്ത് വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഒന്നും തോന്നില്ല. അപ്പം നമ്മുടെ ഉടമസ്ഥതയുള്ള സാധനങ്ങളോട്, അതിപ്പോൾ കാറാണെങ്കിലും അതാണ് ഇതാണെങ്കിൽ നമ്മുടെ ഒരു അംഗം പോലെ കാണും നമ്മൾ. ആ അജ്ഞാനജന്യമായിട്ടുള്ളതിൻ്റെ അല്ല ഇവിടത്തെ പറയുന്നത്, എല്ലാറ്റിലും. സർവഭൂതസ്ഥം ആത്മാനം, എല്ലാ ഭൂതങ്ങളിൽ ഇരിക്കുന്നതായിട്ടും, അതുപോലെ സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളും ആത്മനീച്ച ഈക്ഷതേ, തന്നിലും കാണുന്നു. തന്നെ മറ്റുള്ളതിലും, മറ്റുള്ളതിനെ തന്നിലും. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ, സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ?
വേവേഷ്ടി വ്യാപനോതി ഇതി വിഷ്ണു എന്ന, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പൊതു തത്വത്തിൻ്റെ പേരാണ് വിഷ്ണു. ശിവകാശി കലണ്ടറിൽ അടിച്ചു വെച്ച ഒരു വിഷ്ണു മാത്രമല്ല, അത് ആ തത്വം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള. അപ്പം ജലേ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലം വിഷ്ണുവിനിട്ട പേരാണ്. വിഷ്ണുവിൻ്റെ അപരനാമമാണ് ജലം. സ്ഥലം, ഭൂമി വിഷ്ണുവിൻ്റെ അപരനാമമാണ്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശം ഉച്ചതേ. ആകാശം വിഷ്ണുവിൻ്റെ വേറൊരു പേരാണ്. പലതാണോ ഇത്? അല്ല, ഒക്കെ ഓരോ പേരുകൾ ഇട്ടതാണ്. വള, മാല, കമ്മല്, മോതിരം എന്ന് പറഞ്ഞ പോലെ ഒരേ സാധനമാണ്. ഒരേ സാധനം പല രൂപത്തിലും ഇരിക്കുവേ. നമുക്കറിയാലോ, ജലം തന്നെ എങ്ങനെയൊക്കെ ഇരിക്കും, പലതിനും പല രൂപത്തിലും ഇരിക്കാം. നമ്മൾ കൽക്കരിയാണ്, കാർബണാണ് കൽക്കരിയായിട്ടും വജ്രമായിട്ടും എന്നൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പല കോമ്പിനേഷനാണ്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യതേ. സർവം വിഷ്ണുമയം ജഗത്. സ്ഥാവരം ജംഗമം വിഷ്ണു. ഇനി സ്ഥാവരം ഇളകാത്തത്, ജംഗമം ഇളകുന്നത്, ഇളകാത്തതും ജംഗമം ഇളകുന്നതും എല്ലാം എന്താണ്? വിഷ്ണുവാണ്. സർവം വിഷ്ണുമയം ജഗത്. ഈ ജഗത് മുഴുവൻ വിഷ്ണുമയമാണ്. ആത്മാവാസ്യമിതം സർവം, ഈശാവാസ്യമിതം സർവം. ഇത് പറയാനുള്ളതാണോ? അല്ല, കാണാനുള്ളതാണ്. അതാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ആ ഈശ്വരൻ്റെ കരങ്ങൾ, അദൃശ്യമായ കരങ്ങൾ, ആ അദൃശ്യമായ കരങ്ങളിൽ ഇതെല്ലാം സുരക്ഷിതമായി ഇരിക്കുന്നത് ഒരച്ഛൻ കുട്ടിയുടെ കൈ പിടിച്ചങ്ങനെ നടക്കുന്നത് പോലെ ഈ സകല അണ്ടകടാഹത്തെയും പിടിച്ചിരിക്കുന്ന ഒരു കൈയുണ്ട്. അപ്പം ഇങ്ങനെ പല രീതിയിലാണ് കാണൽ. എന്നെ മറ്റുള്ളതിൽ കാണുക, മറ്റുള്ളതിനെ എന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തിലേക്ക് വരിക. ചിലരൊക്കെ ചില ജീവികളുമായിട്ട് ഇണങ്ങുന്നതും അതിനെ ഒരു മയത്തിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഇതിനോടൊക്കെ ഒരു ഭയം നീങ്ങിക്കഴിഞ്ഞാൽ അതിന് വളരെ എളുപ്പമാണ് കാര്യം. ആ ഭയം നീങ്ങൽ നമ്മളെ ഭയത്തോടു കൂടി അതിനെ നോക്കുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങൾ മാറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഓരോ ഏടാകൂടത്തിൽ പോയി ചാടരുതേ. നമ്മളതല്ല പറയുന്നത്. ചെറിയ ചെറിയ ചില കാര്യങ്ങളിൽ പോലും നമുക്കൊരു തന്മയം എന്ന് പറയുന്ന അതുമായി ചേരാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈശാവാസ്യത്തിലൊക്കെ പറയും തതോന്ന വിജുഗുപ്സത, ഇവിടെയും പറയുന്നുണ്ട്. പിന്നെ ഒന്നിനെ വെറുക്കാൻ പറ്റില്ല, അതാണ് പ്രധാനം. കാരണം തൻ്റെ പ്രതിരൂപമാണ്, തൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. നമ്മുടെ കുട്ടികളെ കാണുന്നത് പോലെ. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതല്ലേ? അതുപോലെ അതിനേക്കാൾ അത് ഞാനെന്നോ എൻ്റേതെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയൊരു ബന്ധമാണ്, ഒരു തലമാണ്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചു നോക്കൂ. ഓരോന്നിനെയും നമ്മൾ അവഗണിക്കാതെ അതിന് എന്താ പറയുക, ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ചിലരൊക്കെ ചില വൃക്ഷങ്ങളൊക്കെ മുറിക്കാൻ പുറപ്പെടുമ്പോൾ അവർ അതിനെ കെട്ടിപ്പിടിച്ച് ചെയ്യരുത് ഇത് എന്ന് വളരെ അതിൻ്റെ വീതി കൂടാൻ ഇതിനെന്നൊക്കെ പറയുമ്പോൾ അവർ നിലകൊള്ളുന്നത്. അവർക്കത് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പരിഹസിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ മുറിക്കുന്ന കാര്യത്തിൽ ഭക്തന്മാരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കൽ.
അത് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കോട്ടയത്ത് ചിന്മയ മിഷനാചാര്യനായിട്ടിരിക്കുമ്പോൾ അവിടെ കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിലുള്ള ഒരു ആൽവൃക്ഷമുണ്ട്. ആ ആൽമരം അത് അത്രയും പുരാതനമാണ്, അത്രയും പുരാതനം. അതിൻ്റെ വർഷം എത്രയാണെന്നൊന്നും അറിയില്ല. അമ്പലത്തിനെ മുഴുവൻ അതങ്ങനെ ഒരു കൊട വിരിച്ചതുപോലെ ഉണ്ടത്. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരത്തുമാണത്. അതിനെ മുറിക്കാൻ ഇവർ പദ്ധതിയിട്ട് ഇങ്ങനെ മുറിക്കുന്നത്, അതിന് നേർസാക്ഷിയായിട്ടുള്ള ഒരാളാണ് നമ്മൾ. അപ്പം നമ്മൾ അന്വേഷിച്ച് പറയാൻ പറ്റിയത് എന്താണെന്നറിയോ? അതിൻ്റെ വേര് ശ്രീകോവിൽ വന്നിട്ട് ബിംബത്തെ ഇളക്കുന്നുണ്ട്. അങ്ങനെ ഏതോ പ്രശ്നം വെച്ചിട്ട് അവർ മുറിക്കാൻ പറഞ്ഞു. ഒരു പ്രശ്നം വെച്ച് നോക്കി ഈ ആല് മുറിക്കുക എന്ന് പറഞ്ഞത് പ്രശ്നത്തെ കാണുമ്പോൾ തന്നെ അതൊരു പ്രശ്നം തന്നെയാണത്. ക്ഷേത്രം നമുക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. വേണമെങ്കിൽ ആ വേര് മുറിച്ച് ആ ഭാഗത്ത് എന്താ വരുന്ന ആ വേരിനെ മുറിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷെ ആലിനെ പിന്നെ അവിടെ അങ്ങനെ എന്നിട്ട് അവിടെ അതേ സ്ഥലത്ത് വേറെ ആല് നട്ടു. അതാണ് രസേ. അതേ ആൽത്തറയിൽ വേണ്ട വേറൊരു ചെറിയൊരു ഒരു തൈ ആലിനെ നട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അതിനെ പ്രത്യക്ഷനായ നാരായണനായിട്ട്, ആ നാരായണൻ്റെ കഴുത്ത് മുറിക്കുന്നതായിട്ട് കാണണമെങ്കിൽ എന്തു വേണം? ഈ ദർശനം വേണം. സനാതനധർമ്മം അറിയണം. അവന് പ്രശ്നം വെക്കണമെന്ന് ഈ പ്രശ്നം വെക്കലൊക്കെ പലരും എന്താണെന്നറിയോ? ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഉടായിപ്പാണ്. അവർക്ക് ചിലത് നടത്തണമെങ്കിൽ ക്ഷേത്രത്തിലെ ആളുകൾ അതിനെ എതിർക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നത്തിൽ കണ്ടു എന്ന് പറയുന്ന ഇവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇത് പലയിടത്തെ പല കാര്യവും നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ പ്രശ്നം വെച്ചപ്പോൾ അത് കണ്ടു. അതിന് പിന്നെ സ്വർണ്ണപ്രശ്നവും വെള്ളിപ്രശ്നവും പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കൊടിമരം വരുന്നത്. അങ്ങനെയാണ്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അറിയാലോ അതിൻ്റെ കൊടിമരം വേണമായിരുന്നു അന്ന് എന്ന്. പിന്നീട് കൊടിമരം ഉണ്ടാക്കുന്നത് പുതിയ കമ്മിറ്റി വരുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ സ്വർണ്ണ പ്രശ്നം വെച്ച് അവർക്ക് നടപ്പാക്കേണ്ടുന്ന പല പല പദ്ധതികളുണ്ട്. അതിനവർ വീട്ടിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ ഉള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി പ്രശ്നത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്ര രൂപ വേണം എന്നൊക്കെ അങ്ങനെ ബലമായ പിരിവൊക്കെയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങേയറ്റം ഇതിനോടൊക്കെ ആദരവ് പുലർത്തുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും ഉണ്ട്. ഒട്ടുമിക്കതിനും ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ളൊരു പാരസ്പര്യത്തിൽ, ഒരു ആത്മീയതയുടെ ആഴങ്ങളിലുള്ള ഈശ്വരനെ അറിയാതെ കേവലം വെറും വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ തെരഞ്ഞ് അതാണ് എന്ന് കരുതുന്ന കുറേ മൂഢന്മാരുണ്ട്. അവർക്കൊക്കെ ഈ തത്വം പിടികിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങളൊക്കെ ആവശ്യമായിരിക്കാം ആ നിലയിൽ. അതുകൊണ്ട് അതിൽ നമ്മളെ കാണുക, വിഷ്ണുവിനെ കാണുക കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പോൾ നമ്മുടെ പലരുടെയും കാണൽ ഭാഗികമാണ്, അങ്ങനെ പോരാന്ന് പറയാം. സർവത്ര സമദർശന യോഗയുക്താത്മാ ആത്മാനം സർവഭൂതസ്ഥം സർവഭൂതാനി ആത്മനി ച ഈക്ഷതേ. എല്ലാറ്റിലും അവൻ അതിനെ കാണും, അവൻ്റെ തന്നെ. അങ്ങനെയാണ്. അങ്ങനെ അത് ശാസ്ത്രീയമാണ്, യുക്തിഭദ്രമാണ്. ഏത് നിലയിൽ നോക്കിയാലും ചിലർക്ക് ചിലതിനെയൊന്നും തീരെ അതിനെ കാണുന്നതേ ഭയങ്കര പ്രശ്നമാണ്. നായ, പൂച്ച, ഇങ്ങനെ ഓരോ ജീവജാലങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോവില്ല, അടുപ്പിക്കില്ല. ചിലർക്ക് ചില അലർജിയൊക്കെ ഉണ്ടാവും, എങ്കിലാവട്ടെ.
അതല്ല, അത് ദൂരെ നിൽക്കുന്നത് കണ്ടാൽ മതി, പ്രശ്നം. തുടർന്ന് യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി നജമേ ന പ്രണശ്യതി. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക ഭഗവാൻ പറയുന്നു. യോ മാം പശ്യതി സർവത്ര, ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യത്തെ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത് എന്നാരാണ് കാണുന്നത്? യോ മാം പശ്യതി സർവത്ര, യഹ സർവത്ര മാം പശ്യതി. ആരാണ് എന്നെ എല്ലായിടത്തും കാണുന്നത്? അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെ കാണിക്കണ്ട. അത് എന്താണ് എന്ന് കാണുന്നത് ആരാണ്? അത് ഇതാണ് കാണൽ. അവൻ കാണുന്നു, അല്ലാത്തവനോ കാണുന്നില്ല. ചിന്മയാനന്ദ സ്വാമികൾ പറയും, വിശ്വസുന്ദരിയെ കാണാം നിങ്ങൾക്ക്. വിശ്വസുന്ദരിയെ സൃഷ്ടിച്ച ആ വിശ്വകരങ്ങളുണ്ട്, അതും കൂടെ കണ്ടാലോ എനിക്ക് അവളെ സ്വന്തമാക്കണം എന്ന് തോന്നലുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ഏത് സൗന്ദര്യവും നിങ്ങൾക്ക് ആസ്വദിക്കാം, സ്ത്രീയുടേതാണെങ്കിലും പുരുഷൻ്റേതാണെങ്കിലും. നമ്മുടെ നേത്രത്തിനൊരു സംസ്കാരം ആവശ്യമുണ്ട്. അതില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ഇപ്പം നാട്ടിൽ പറയുന്ന ഓരോരുത്തന്മാർ പറയുന്നത് കേൾക്കുമ്പം തന്നെ സ്ത്രീകൾക്ക് വസ്ത്രധാരണ എങ്ങനെ വേണം, അവർ പരസ്പരം പുരുഷന്മാരെ കാണാൻ പാടില്ല, ഇതിൻ്റെ ഇടയിലൊരു മറ വേണം എന്നൊക്കെ പറയുന്ന ഭൂലോകമണ്ടന്മാർ. തലയ്ക്കകത്ത് ആൾതാമസം പോയിട്ട് ഒന്നുമില്ല. സ്ത്രീ എങ്ങനെയോ എന്താ ഈ ശരീരത്തോട് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്താണ്? ഒരു ശരീരം, സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ വെറും ഈ ജോലിക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിക്ക് മാത്രം വേണ്ടിയിട്ട് ഈ പറഞ്ഞ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചതാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒരു മനഃശാസ്ത്രകാരനെ കാണണം. നിങ്ങളത് മതത്തിൻ്റെ അക്കൗണ്ടിലൊന്നും ഇടണ്ട. അതൊക്കെ ഈവൻ മതവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. നമ്മളെ കണ്ണൊന്ന് നേരെയാവാനുണ്ട്. എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ നമ്മളങ്ങോട്ട് അവർ ഇറുങ്ങിയ വസ്ത്രമിട്ട് എന്താ പറയുക, അത് പരിശീലനം ചെയ്യുമ്പോൾ അതങ്ങനെയാണ്, ഇതിങ്ങനെ ആർക്ക്? കാര്യമായ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒളിമ്പിക്കിലൊക്കെ ഒരു ജിംനാസ്റ്റിക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക? ഏതും. അപ്പോൾ അവിടെ സ്ത്രീയുടെ ശരീരത്തെ ഈ ഒരു അങ്ങനെയാണോ കാണുന്നത്? എന്തൊക്കെ സ്പോർട്സിൽ എന്തൊക്കെയുണ്ട്? എല്ലാം തന്നെ സ്ത്രീകൾ ഒളിമ്പിക്കിലൊക്കെ എന്തൊക്കെ പെർഫോമൻസ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ ആളുകൾ മൊത്തത്തിൽ ഈ പ്രപഞ്ച വിധാതാവിന് തന്നെ, സൃഷ്ടാവിനെതിരാണ് ഇവരുടെ ചിന്തകളും എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഈ ഇതിനെ സംരക്ഷിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് സംരക്ഷിക്കുന്നതെന്നറിയോ? വൃത്തികേടിനെ ആഭാസ തരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് അതിന് പേരിടുകയാണ് അങ്ങനെ ഓരോന്നും. അതുകൊണ്ട് ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിലുണ്ടല്ലോ അതെല്ലാം അടങ്ങിക്കോളും. ഇതാ അവിടെ പറയുന്നത്, യോമാം പശ്യതി സർവത്ര. യോമാം പശ്യതി, അവിടെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നിനാ. യോമാം പശ്യതി എന്ന് പറഞ്ഞാൽ എൻ്റേതും ആ ഉടമസ്ഥതയെ, കാമനയെ നീക്കിക്കഴിഞ്ഞാലേ കാണലുള്ളൂ. അതാ പറയണത്. യോമാം പശ്യതി സർവത്ര സർവം മൈച പശ്യതി, സർവത്തെയും എന്നിലും കണ്ടു കഴിഞ്ഞാലോ തസ്യ അഹം ന പ്രണശ്യാമി, തസ്യ അവന് അഹം ഞാൻ ന പ്രണശ്യാമി, ഒരിക്കലും ഇല്ലാതെയാവില്ല. അപ്പം ഈശ്വരൻ ആർക്കാണ് ഈശ്വരൻ ഉള്ളത്? ആർക്കാണ് ഈശ്വരൻ? ആരാണ് കണ്ടെത്തുന്നത്? ആർക്ക് ഈശ്വരൻ സുലഭമാണ്? ഈ പറഞ്ഞതുപോലെ
പുറത്ത് നോക്കി അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ. അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വിടാറുമുണ്ടല്ലോ. ഈ കാണുന്നതിൽ ഓരോരുത്തന്മാരിപ്പോൾ ഇങ്ങനെ ഡ്രസ് കോഡ് ഉണ്ടാക്കുക. എന്നാൽ ഈ പുരുഷന്മാർ ചെയ്യുന്ന ഓരോ വൃത്തികേടുകളോ അതിനൊരു ചിലരൊക്കെ ഉണ്ട്. രാവിലെ ആയാൽ ഈ പല്ല് തേക്കുന്നത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു വൃത്തികേടാണ്. റോഡ് മുഴുവൻ നിന്ന് മൂത്രമൊഴിക്കുന്നുണ്ട്. ഇതിലും വലിയ ആഭാസത്തരം വേറെ ഉണ്ടോ? ഇതിനൊന്നും ഒരു കുഴപ്പമില്ലേ? റോഡ് നീളം മുഴുവൻ മൂത്രപ്പുരകൾ ഉണ്ടാക്കി വെക്കണം എന്നാ. നിങ്ങൾ വല്ല ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ കയറിയാൽ മതി, അവിടെ ഉണ്ടാവും. ചായ കുടിക്കണം എന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിർവഹിച്ച് എവിടേക്കാണ് പോണത് ഒരു ധാരണ ഉണ്ടായാൽ മതി. ഇതിങ്ങനെ അതിനൊന്നും യാതൊരു മടിയും കൂടാതെ ഇവരൊക്കെ സദാചാരത്തിൻ്റെ ഈ തരം മാലകൾ പറയുന്ന ആളുകളാണ്. ആദ്യം നിങ്ങൾ അതൊക്കെ ഒന്ന് നേരെയാക്കും. എന്നിട്ടോ ഇതൊക്കെ ഒന്ന് കുറച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി. അവന് ഞാൻ ഇല്ലാതെയാകില്ല. എന്തുകൊണ്ട്? ഒരവധിയുമില്ലാത്ത മുറിവില്ലാത്ത അവ്യയമായ എന്നെ അവൻ അറിയുന്നു. അപ്പോൾ പിന്നെ അവനും ഞാനും എന്ന ഭേദമില്ല. അതുകൊണ്ട് തന്നെ സച മേ ന പ്രണശ്യതി, മേ അവൻ എനിക്കും ന പ്രണശ്യതി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടമില്ല എന്ന് പറയും. കാരണം എന്താ? ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. അത് ഭഗവാൻ ഒന്നുകൂടെ ഉറപ്പിക്കുക. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവധാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. സയോഗി മയി വർത്തതേ. ആ യോഗി എന്നിൽ വർത്തിക്കുന്നു. എങ്ങനെ? സർവഭൂതസ്ഥിതം യോ മാം, യഹ മാം സർവഭൂതസ്ഥിതം. യാതൊരുവനാണോ സർവഭൂതസ്ഥിതനായിരിക്കുന്ന എന്നെ, ഏതെങ്കിലും ആരാധനാലയത്തിൽ ഏതെങ്കിലും സ്ഥലത്തിരിക്കുന്ന എന്നെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളിതൊന്നും പറയുമ്പോൾ ഈ ആരാധനാലയത്തിന് എതിരൊന്നുമല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം അവിടെയാണ് ഈ ദൈവം ഉള്ളതെന്ന് കരുതി അതിൻ്റെ പിറകെ ഓടുന്നവരോട് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഒരു മതത്തിൻ്റെയും ഒരു ആരാധനാലയത്തോടും നമുക്ക് എതിർപ്പൊന്നുമില്ല. അതൊക്കെ ഇതറിയാൻ നമ്മളെ സഹായിക്കുന്ന കേന്ദ്രങ്ങളാണെങ്കിൽ നല്ലതാണ്. അതല്ല നിങ്ങളുടെ എന്തോ ഭയപ്പാട് കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കും അതിനും ഇതിനൊക്കെ ഒരു സംരക്ഷണം കിട്ടും അവിടുന്ന് എന്ന് കരുതി നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, അത്രയേ ഉള്ളൂ. അതും നമ്മളെ ആ സ്ഥലവും, ഇപ്പം നമ്മൾ ഈ ജിമ്മിൽ പോകുന്നു, എന്തിനാണ്? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ട്രെയിനറൊക്കെ ഉണ്ട്, അവിടെ പോയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസൊക്കെ ചെയ്യും. ഇനി അതല്ല, നിങ്ങളവിടെ പോവാതെ വീട്ടിൽ തന്നെ നല്ല കാര്യങ്ങൾ രാവിലെ തന്നെ അടിച്ചു വാരുകയും തുടയ്ക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അത് വീടും വൃത്തിയായിരിക്കും, നിങ്ങൾക്ക് ആരോഗ്യത്തിനല്ല. പക്ഷേ അത് ചെയ്യില്ല, അത് ചെയ്യാൻ നമുക്കൊരു ഒരു തോന്നൽ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജിമ്മിൽ പോയി പണിയെടുക്കുന്നത്. അത് എത്ര വേണമെങ്കിലും ചെയ്തോളൂ. അതെന്നാ ഇപ്പുറത്ത് ചെയ്തൂടെ? ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. എന്ന് വേണ്ട, തെങ്ങിൻ്റെ മുകളിൽ കയറിയാൽ മതി. അപ്പം അവിടെ പോകുമ്പോൾ ആ അന്തരീക്ഷവും കാര്യങ്ങളും അതും ഇതുമൊക്കെ നമ്മളെ കൂടുതൽ അതിലേക്ക് അടുപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്.
ഇവിടെ ഭഗവാൻ പറയുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചോ അത്തരം സങ്കേതങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. സർവഭൂതസ്ഥിതം മാം, സർവഭൂതങ്ങളിലും ഇരിക്കുന്ന, അത് ആകാശത്തിലും വായുവിലും അഗ്നിയിലും ജലത്തിലും ഭൂമിയിലും അതിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള ഈ പ്രാണിവർഗങ്ങളിൽ സകലതിലും ഒന്നിലും ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലേ. പിന്നെ ഏത് പൊട്ടനാണ് ഉന്നത കുലജാതൻ എന്നൊക്കെ പറയുന്നത്? ആരാണിടോ ഈ ഉന്നത കുലജാതൻ? ആരാ ഇതിൻ്റെ അളവ് പോലെ നിശ്ചയിച്ചിട്ടുള്ളത്? ചില മണ്ടന്മാർ, ഭൂലോക തോൽവികൾ, അടുത്ത ജന്മം എനിക്കെന്തോ ഉന്നത കുലജാതനായി ജനിക്കണം, എന്നിട്ട് തഴുകണം. എന്തോന്ന് തഴുകാൻ? എന്നിട്ട് മെഴുകണം. ഇതാണ്. ഒരു ഉന്നത കുലജാതനും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഏകമാണ്. ഇങ്ങനെ കാണാൻ കഴിയാത്തവനാണ്. ആർക്കാണ് താഴ്ന്നവൻ, നീചൻ, ഉന്നതകുലൻ എന്നൊക്കെ തോന്നുന്നത്? ഈ കാഴ്ചയില്ലാത്ത അന്ധനും ബധിരനുമായിട്ടുള്ളവന്. അവന് കാണുന്നില്ല, അവൻ കേൾക്കുന്നില്ല. ആരെ കേൾക്കുന്നില്ല? വിഷ്ണുവിനെ. സർവഭൂതസ്ഥിതം മാം യോമാം പശ്യതി. ആര് കാണുന്നു? അല്ലാത്തവനോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറയും. അവനെ സംബന്ധിച്ച് അവൻ തോന്നുകയാണ് ഞാൻ ഉന്നതകുലനാണ്, ബാക്കിയുള്ളവനൊക്കെയോ അധോഗതിയിലുള്ളവനാണ്. ധാരാവനോട് പറഞ്ഞു കൊടുത്തത് ഇവൻ തന്നെ. അല്ലെങ്കിൽ ഇവനെ പോലുള്ള കുറച്ച് ആൾക്കാർ, കൂട്ടാളികൾ, ഇവൻ്റെ കുറച്ച് കൂട്ടാളികൾ, വിവരദോഷികൾ, ഭൂലോക തോൽവികൾ. ഈ ഭൂലോക തോൽവികൾ ഏത് കാര്യത്തിൽ? അവനവനിൽ തന്നെ തോറ്റു തൊപ്പിട്ടവനാണ്. അവനവനിൽ തോറ്റു തൊപ്പിട്ട് ഗോപി വരച്ചവനാ. ആ ഗോപിയാണ് പറയുന്നത് എന്ത്? ഉന്നതകുലൻ. എന്താ പറയുക? ഇത് 4 അക്ഷരം കേൾക്കുക. എന്താ ഭഗവാൻ പറയണത്? സർവത്ര, എല്ലാം, സർവഭൂതസ്ഥിതം യോ മാം യഹ, യാതൊരുവൻ, മാം എന്നെ, സർവഭൂതസ്ഥിതം സകല ജീവജാലങ്ങളിലും, മാം എന്നെ, ഏകത്വം ആ സമബുദ്ധിയോടുകൂടി, ആസ്ഥിത സ്ഥിതി ചെയ്യുന്നവനായി, പ്രാപിച്ചവനായിട്ട്, ഭജതി അറിയുന്നത്, ഭജ് സേവിക്കുന്നത്. നിങ്ങൾ ഈ ഉന്നതകുലജാതനായിട്ട് സേവിക്കേണ്ട ഹേ. നിങ്ങൾ ഇത് ഇവിടെ പറയുന്നു ഭജ് സേവായാം എന്നാ സേവിക്കുന്നത്. അതിനെ സേവിക്കാൻ നിങ്ങൾ പ്രത്യേക കുലജാതനാവണ്ട. എല്ലാവരും അത് തന്നെയാണ് എന്നറിഞ്ഞാൽ മതി. അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ല. തൊലിയുടെ നിറത്തിൻ്റെ കളർ അതൊക്കെയാണെങ്കിൽ അത് സൂര്യൻ്റെ ഇതിനനുസരിച്ചും അത് പണിയെടുക്കുന്നതിനും പിന്നെ ജനറ്റിക്കായിട്ടുള്ള രക്ഷിതാക്കളുടെ അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ കറുപ്പൊന്നും ഒന്നുമല്ല. ശരിക്കുള്ള കറുത്ത ആളുകളെ കാണുകയാണെങ്കിൽ അവരൊക്കെയോ നല്ല ആരോഗ്യവാന്മാരും നല്ല സംസ്കാരമുള്ളവരുമാണ്. അപ്പോൾ അവരെ സേവിക്കാൻ, കറുത്തവനെ സേവിക്കാൻ കറുത്തവൻ വേണമെന്നാണോ? അല്ലെങ്കിൽ വെളുത്തവൻ വേണമെന്നാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ വിവരക്കേട്, അത്ര തന്നെ. അപ്പം ഇവിടെ ആരാണ് എന്നെ സർവദാ, ആ യോഗി, അങ്ങനെയുള്ള ആ യോഗി, അങ്ങനെ ഭജിക്കുന്ന സേവിക്കുന്ന ആ യോഗി, സർവദാ വർത്തമാനഃ അഭി, അവൻ എല്ലാറ്റിൽ, അവൻ എന്താണ് വർത്തമാനഃ എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യാവഹാരിക ജീവിതം, അവൻ പലതും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും മയി വർത്തതേ, അവൻ വർത്തിക്കുന്നത് എന്നിൽ തന്നെയാണ്. കാരണം എന്താണ്? അവൻ്റെ മനോബുദ്ധി ഇതിൽ വ്യാപരിക്കുന്ന, അതാണ് ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറയുന്നത്, യോഗരഥോവാ ഭോഗരഥോവാ സംഗരഥോവാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യവ. യോഗിയാണോ, ഭോഗിയാണോ, സംഗരഥനാണോ, സംഘവിഹീനനാണോ വിഷയമല്ല. യസ്യ ചിത്തം, ആരുടെ മനസ്സ്, ബ്രഹ്മണി രമതേ, അതിൽ രമിക്കുന്നു, അവൻ ആനന്ദിക്കുന്നു.
അപ്പം ഇതാണ് വളരെ പ്രധാനം. ഇത് തന്നെയല്ലേ ഭക്തി എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രഹ്ലാദൻ പറഞ്ഞ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതാണല്ലോ നവധാ ഭക്തി എന്ന് പറഞ്ഞ് അറിയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭജ് സേവായാം എന്നാണ്. അപ്പോൾ കേൾക്കുക. എന്ത് കേൾക്കല? വെറും രാവിലെ ഈ കൗസല്യ സുപ്രജ എന്ന് പറയുന്ന പാട്ട് കമ്പോസ് ചെയ്ത് സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത് കേൾക്കണം എന്നാണോ? അല്ല. പ്രകൃതിയിൽ തന്നെ ഉണ്ടല്ലോ, പ്രകൃതിയിലുള്ള ശബ്ദങ്ങളുണ്ടല്ലോ, അതൊക്കെ കേൾക്കുന്നത് അതാണ്. യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ. എന്തെന്ത് മനോഹരമായിട്ടുള്ള ശബ്ദമുണ്ട്. കടലിരമ്പലിൻ്റെ ശബ്ദം നിങ്ങൾ അത് ആസ്വദിച്ചിട്ടുണ്ടോ? എന്തൊരു താളാണ്. പോയിരുന്നൊന്ന് വെറുതെ കേട്ടു നോക്കൂ. അങ്ങനെ രൂപപ്പെടുന്ന ഒരു ഇതുണ്ട് അതിൻ്റെ അടുത്ത്, ഉൾവലിയുന്നതൊക്കെ. ഇത് മനോഹരം. അത് സമയത്തിനനുസരിച്ച് മാറും. ഒരു ദിവസം നിങ്ങൾ മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിലോ, ഈ ഹിമാലയത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗംഗയുടെ തീരത്ത് താമസിച്ച് ഒരു രക്ഷയില്ല. ഗംഗയുടെ ഒഴുക്ക്. നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അങ്ങനെ ഉണ്ടാവും അത് ചെവിയിൽ. ഈ കപ്പലിൽ പോയതുപോലെയാണ്. കപ്പലിൽ യാത്ര ചെയ്ത് ദീർഘദൂരമാണെങ്കിൽ, ചെറിയൊരു ട്രിപ്പല്ല, ഈവൻ ലക്ഷദ്വീപ് പോയി വന്നാൽ മതി, 2 ദിവസം നിങ്ങളിങ്ങനെ ഇത് ഇളകിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ഒരു ആട്ടം ഉണ്ടാവും. ആംബുലൻസ് പോകണം. സത്യമാണെന്ന് പറയുക. അങ്ങനെയാണല്ലോ. അങ്ങനെ പറയുമ്പോഴാണല്ലോ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും പറഞ്ഞത് സത്യമാണ്. അപ്പോൾ എല്ലാറ്റിലും അതിനെങ്ങനെ കാണുന്നവൻ, അതിനെ ഇവിടെ അവഗണിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഒന്നിലും ഒരു ഏറ്റക്കുറച്ചിലും ഇല്ല. ഈ ദുനിയാവിൽ ഒരു ഉന്നത കുലജാതനും ഇല്ല. അതിനറിയാം. ആർക്ക്? ഈ പ്രകൃതി നിയമത്തിന്. ബാക്കിയെല്ലാം നമ്മൾ ചൂഷണം ചെയ്തിട്ട്, മനുഷ്യനെ ചൂഷണം ചെയ്തിട്ടും പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടും ഒക്കെ ഓരോരുത്തരെ അടിമകളാക്കിയിട്ടും വിൽപ്പന നടത്തിയിട്ടും ഒക്കെ ഉള്ള വളരെ ദുഷ്ടത്തരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് മനുഷ്യന്. അത് ലോകം മുഴുവനുണ്ട്, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിലൂടെ നേടിയിട്ടുള്ള സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളതുണ്ട്, പലതുണ്ട്. ഇപ്പോഴും ഈ ഇരുണ്ട യുഗത്തിൽ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ തോന്നുക? ഇവർ അറ്റ്ലീസ്റ്റ് അവരെക്കുറിച്ചൊന്നും ഓർക്കണ്ടേ? വീട്ടുകാരെക്കുറിച്ച് പോട്ടെ. കാരണം ഇയാൾ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെയൊക്കെ കേട്ട് അവർക്ക് അങ്ങനെ ഒരു ഇതായിട്ടുണ്ടാവും. നമ്മളെയൊക്കെ പഠിപ്പിച്ചവർക്ക് ഇതാണ്. ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇത്തരം ഭേദങ്ങൾക്കൊന്നും സ്ഥാനമില്ല അവിടെ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം വന്നത്. ഈവൻ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ പറയുന്ന ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം എന്ന് പറയുന്നത് അവിടെയാണ്. ഭരണാധികാരിയുടെ തത്വജ്ഞാനം എന്താണ്? ഇതാണ്. അയാൾക്ക് അതിനെ അറിയാൻ സാധിക്കണം, ആ സ്പിരിറ്റ്. അതിൽ ഭേദങ്ങളുണ്ടായിക്കൂടാ. അയാളുടെ ചിന്തയിൽ അത് ഒട്ടുമേ ഉണ്ടാകരുത്. അതാണ് ഈ രാജസൂയത്തിൻ്റെ എന്താ പറയുക, അശ്വമേധ യാഗത്തിൻ്റെ താല്പര്യം അതാണ്. അശ്വങ്ങൾ ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിടലാണ് കുതിരയെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ സിംബോളിക്കായിട്ട്. അതിനെ കെട്ടുന്നത് ആരാണോ അവരോട് യുദ്ധം ചെയ്തിട്ട് വേണം അതിനെ തിരിച്ചു കൊണ്ടുവരാൻ.
ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വികലമായ ചിന്തകൾ നമ്മളെ കൊണ്ടുപോയി കെട്ടുകയാണ് ഓരോ സ്ഥലത്തും. അല്ലാതെ കുതിര അക്ഷരാർത്ഥത്തിൽ പോയി അതിനെ ആരെയും പിടിച്ചു കെട്ടി അതിനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. ഇന്ദ്രനാണ് ഈ സകല ആളുകളുടെയും കുതിരകളെ കെട്ടുന്ന ആൾ ഇന്ദ്രനാണ്. പിന്നെ ഇന്ദ്രനോട് ജയിക്കണം, ബുദ്ധിമുട്ടാണ്. ഇന്ദ്രൻ മനസ്സ് തന്നെയാണ്. മൂപ്പരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവനാണ് ഈ കൊണ്ടുപോയി കെട്ടുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവദാ വർത്തമാനഃ അപി സയോഗി മയി വർത്തതേ. അവൻ എന്നിൽ വർത്തിക്കുന്നു, ഞാൻ അവനിലും വർത്തിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നഷ്ടക്കച്ചവടമില്ല എന്ന് പറയാം. അടുത്ത 2 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ അർജുനൻ ഒരു ഗംഭീര ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗംഭീര ചോദ്യമാണ് അർജുനൻ്റെ. നമുക്കത് നാളെ പരിചയപ്പെടാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.